ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് താൻ ക്യാൻസർ ബാധിതയാണെന്നും ചികിത്സയിലാണെന്നും വെളിപ്പെടുത്തി അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി എത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രേണു രോഗവിവരവും ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. സ്ഥിരം വിമർശകരിൽ ചിലർ ഈ രോഗാവസ്ഥ കണ്ട് രേണുവിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അവരുടെ വീഡിയോകൾക്ക് താഴെ ഇപ്പോഴും നെഗറ്റീവ് കമന്റുകളുമായി ധാരാളം പേർ എത്തുന്നു. വളരെ ക്രൂരമായി വരികൾ കുറിക്കുന്നവർ. മലയാളികളുടെ അത്തരം പ്രതികരണങ്ങൾ രേണുവിന് മാനസിക പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞെത്തിയിരിക്കുന്നത് ബിഗ് ബോസിലെ സഹതാരവും ടൈറ്റിൽ വിജയിയുമായ അനുമോളാണ്. ഓൺലൈനോട് പ്രതികരിക്കവെയാണ് അനുമോൾ ഈ വിഷയം പറയുന്നത്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെ സഹതാരങ്ങളായ ആദിലയ്ക്കും നൂറയ്ക്കുമൊപ്പം അനുമോൾ രേണു സുധിയെ സന്ദർശിച്ചിരുന്നു. രേണു സുധിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും അനുമോൾ പ്രതികരിച്ചു. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇപ്പോഴാണ് രേണു ചേച്ചിയെ കാണുന്നത്. ബിഗ് ബോസിലെ എല്ലാവരെയും അവർ വിളിച്ചു. നേരിൽ കാണാൻ ആഗ്രഹം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയി കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതിനു മുൻപ് ഇങ്ങോട്ട് വിളിച്ചു. തന്നെയും ആദിലയും നൂറയും ഒക്കെ വിളിച്ചു. ഒരു സമയം നോക്കി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. അവരുടെ സ്ഥിതി കുറച്ച് മോശമാണ്. ഓക്കെ ആയി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവും മറ്റും കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അങ്ങനെയാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞു അങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന്. ഇൻസ്റ്റഗ്രാം തുറക്കാനേ പോകണ്ട എന്നും ഫോണേ എടുക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. ഫോൺ ഉപയോഗിക്കുന്നതിന് ഡോക്ടർമാരൊക്കെ വഴക്കു പറയുന്നുണ്ട്. വീഡിയോകൾ കാണുന്നതും പ്രതികരിക്കുന്നതുമൊക്കെ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രേണു ചേച്ചി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ശരീരഭാരം ഇപ്പോൾ 34 കിലോ മാത്രമേ ഉള്ളൂ. ഇത്രയും മരുന്നുള്ളിലേക്ക് പോകുമ്പോൾ ഒരാൾ ഹെൽത്തി ആയിരിക്കണം. അവർ ഒട്ടും ആരോഗ്യവതിയല്ല. കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഛർദ്ദിച്ചു പോവുകയാണ്. ശരീരഭാരമെങ്കിലും വേണം. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് വരണം. പഴയതുപോലെ അഭിനയിക്കേണ്ടേ, ഉദ്ഘാടനം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പഴയതുപോലെ തിരിച്ചു വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ കിച്ചു വീഡിയോ ഇട്ടത് കിച്ചുവിൻ്റെ ഇഷ്ടമാണ്. അതിൽ തനിക്കൊന്നും പറയാനില്ല. അതവർ തമ്മിലുള്ള പ്രശ്നമാണ്. അക്കാര്യത്തിൽ ചേച്ചിയോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പ്രതികരിക്കാൻ പോകേണ്ടെന്നും ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനും പറഞ്ഞു. കിച്ചുവിനോടും അത് തന്നെയാണ് പറയാനുള്ളത്. അവർ തമ്മിൽ മുൻപുള്ള എന്തെങ്കിലും പ്രശ്നം കാരണമായിരിക്കും. വയ്യാതിരിക്കുന്ന ഈ സമയത്ത് ഒരാളെ വേദനിപ്പിക്കാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. അവൻ ഇതിനു മുൻപ് ചിലപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും. നമുക്ക് ഒന്നും അറിയില്ല. ഒന്നും പ്രതികരിക്കാതെ ഇരിക്കാം. ഇതാണ് അനുമോളുടെ പ്രതികരണം. താനിപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് രേണു സുധിയും തുറന്നു പറഞ്ഞിരുന്നു. ക്യാൻസർ രോഗിയായ എൻ്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് എല്ലാവരോടും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല എൻ്റെ അസുഖം. നിങ്ങളുടെ വിചാരം ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നാണ്. അത് മാത്രമല്ല എൻ്റെ അസുഖം. എന്നെ രക്ഷിച്ചെടുക്കാനുള്ള ചാൻസ് ഡോക്ടർ പറഞ്ഞത് എത്രയെന്ന് പോലും നിങ്ങൾക്കറിയില്ല. അതൊന്നും അറിയാതെയാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഇതായിരുന്നു രേണുവിൻ്റെ വാക്കുകൾ.